ധ്യാനത്തിന് തയ്യാറാകാം. പരചിന്ത കൂടാതെ ഏകാഗ്രമായി ഒരേ വിഷയത്തിൽ ശ്രദ്ധയർപ്പിച്ച് നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ നന്മയുടെ സുന്ദരമായ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുകയാണ്. മെഡിറ്റേഷൻ ആരംഭിക്കാം. ഇതിനുവേണ്ടി നിങ്ങളുടെ ഭവനത്തിലെ ഏകാഗ്രമായ ഒരു ഭാഗം തിരഞ്ഞെടുക്കാം. ധ്യാനം കഴിയുന്നതുവരെ മറ്റു ശല്യങ്ങളൊന്നുമുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ഭാഗത്ത് വേണം ഇരിക്കാൻ. വായുസഞ്ചാരത്തിനായി ജനാലകൾ തുറന്നിടാം. സുഗന്ധമുള്ള വായുവിനായി മുന്നിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കാം. സാമാന്യം നല്ല രീതിയിൽ നിവർന്നിരിക്കുക. ശേഷം ഇരു കൈകളും ഇരുമുട്ടുകൾക്കും മീതെ വയ്ക്കുക. ഇനി കണ്ണുകൾ പതിയെ അടയ്ക്കാം. ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. ശ്വാസം അകത്തു തന്നെ നിലനിർത്താം. സാവകാശം വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കുന്നു. അകത്തു തന്നെ നിലനിർത്തുന്നു. സാവകാശം വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. മറ്റൊരു ദീർഘശ്വാസത്തിലൂടെ ദൈവിക ഊർജം അകത്തേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നു. വീണ്ടും ഒരു ശ്വാസത്തിലൂടെ ദൈവീക ഊർജം അകത്തേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സിന് കൂടുതൽ വിശ്രമം അനുഭവപ്പെടുന്നു. ഓരോ തവണയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ദൈവീക ഊർജം പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം കൂടുതൽ വിശ്രമത്തിലാകുന്നു. ശ്വാസം അകത്തേക്കെടുക്കാം. ശ്വാസം പുറത്തേക്ക് പതിയെ വിടാം. വീണ്ടും ഒരു ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മനസ്സിൽ ഓംകാരം ഉരുവിടാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ കോശങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാകുന്നു. ഇപ്പോൾ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ഇനി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കാം. ആദ്യമായി ശിരസിൻ്റെ മധ്യഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ഇപ്പോൾ ശിരസ് പൂർണ്ണമായും വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിൽ നിന്നും നെറ്റിയിലേക്ക് ദൈവിക ഊർജം പ്രവേശിക്കുന്നു. ഇപ്പോൾ നെറ്റിയും പൂർണ്ണമായി വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.
കൺപോളകൾ വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾക്ക് നല്ല കുളിർമ അനുഭവപ്പെടുന്നു. കണ്ണുകളും വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഊർജം മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ മൂക്കിലേക്ക് കുളിർമയുള്ള വായു പ്രവേശിക്കുന്നു. കവിളുകളും പൂർണ്ണ വിശ്രമത്തിലാണ്. ഇപ്പോൾ കവിളുകളിൽ പേശികളുടെ പിരിമുറുക്കം അയയുന്നു. ഇപ്പോൾ മുഖം പൂർണ്ണമായും വിശ്രമത്തിലാണ്. ചുണ്ടുകൾ വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കീഴ്ത്താടി വിശ്രമിക്കുന്നു. കഴുത്തിലെ പിരിമുറുക്കങ്ങളെല്ലാം അയഞ്ഞ് ഇപ്പോൾ കഴുത്തും വിശ്രമിക്കുന്നു. എല്ലാ പേശികളും ഇപ്പോൾ പൂർണ്ണ വിശ്രമത്തിലാണ്. നല്ല കുളിർമ അനുഭവപ്പെടുന്നു. തോളുകൾ വിശ്രമിച്ചു തുടങ്ങി. വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തോളുകളിലെ എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞു തുടങ്ങി. വലതുകൈ വിശ്രമിച്ചു തുടങ്ങി. വലതു കൈപ്പത്തിയും വിരലുകളും വിശ്രമിച്ചു തുടങ്ങി. ഇപ്പോൾ ഇടതുകൈ വിശ്രമിച്ചു തുടങ്ങി. ഇടതു കൈപ്പത്തിയും വിരലുകളും വിശ്രമത്തിലാണ്. ഇരു കൈകളിലെയും എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞുകൊണ്ടിരിക്കുന്നു. കൈകളിലെ നാഡീഞരമ്പുകൾക്ക് നല്ല സുഖം അനുഭവപ്പെടുന്നു. അതനുഭവിച്ചറിയൂ. ഇപ്പോൾ നെഞ്ച് വിശ്രമിക്കുന്നു. നെഞ്ചിലെ ആന്തരിക അവയവങ്ങളും പൂർണ്ണമായും വിശ്രമത്തിലാണ്. ഉദരം വിശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉദരത്തിലെ ആന്തരിക അവയവങ്ങളിലേക്കും ഇപ്പോൾ ദൈവീക ഊർജം കടക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും വിശ്രമത്തിലാണ്. അരക്കെട്ട് വിശ്രമിക്കുന്നു. തുടകൾ വിശ്രമിക്കുന്നു. കാൽമുട്ടുകൾ വിശ്രമത്തിലാണ്. കണങ്കാലുകൾ വിശ്രമിക്കുന്നു. കാൽപാദങ്ങൾ വിശ്രമിക്കുന്നു. കാൽ വിരലുകൾ വിശ്രമിക്കുന്നു. ഇപ്പോൾ ശരീരം മുഴുവനും പൂർണ്ണ വിശ്രമത്തിലാണ്. വിശ്രമിക്കൂ. ഞങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്.
നിങ്ങളുടെ ഭവനത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഇതാ ഞങ്ങൾക്കൊപ്പം പറന്നുയരുന്നു. നഗരങ്ങളും പട്ടണങ്ങളും താണ്ടി ഇതാ നിങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കൊപ്പം പറന്നുയരുന്നു. പിന്നിലേക്ക് നോക്കുമ്പോൾ കാണാം നിങ്ങളുടെ ഭവനം ദൂരേക്കകന്നു പോകുന്നത്. പട്ടണങ്ങൾ പിന്നിലാക്കി ഇപ്പോൾ കാടിന് മുകളിലൂടെയാണ് യാത്ര. താഴേക്ക് നോക്കുമ്പോൾ ഓടിയകലുന്ന കാടുകൾ. നിങ്ങൾക്കൊപ്പവും നിങ്ങളുടെ മുന്നിലൂടെയും പറന്നുയരുന്ന ദേശാടന പക്ഷികളും മറ്റു കിളികളും. നിങ്ങൾക്ക് കാണാം ആ കിളികളുടെ ചുണ്ടിലായി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ധാന്യങ്ങൾ കൊത്തിയെടുത്ത് കൂടണയാനായി പറക്കുന്ന പ്രകൃതിയുടെ ഐശ്വര്യമായ പക്ഷികൾ. ഇപ്പോൾ നിങ്ങൾ ഒരു കാട്ടിലെ വലിയ പുഴയുടെ മുകളിലൂടെ പറക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കു കാണാം പുഴയുടെ അരികിൽ നിന്ന് ദാഹമകറ്റുന്ന മാൻകൂട്ടങ്ങളും പീലി വിരിച്ചാടുന്ന മയിൽക്കൂട്ടങ്ങളും. നിങ്ങൾക്കു കാണാം ദൂരെ ആ മരപ്പൊത്തിലായി ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റ് തള്ളക്കിളിയുടെ ചിറകിൻ കീഴിലായി ചേർന്നു കിടക്കുന്ന കിളിക്കുഞ്ഞുങ്ങൾ. പക്ഷികൾ സന്തോഷത്തിലാണ് പറന്നുയരുന്നത്. അവരുടെ ഒത്തൊരുമയും സന്തോഷവും കാണുമ്പോൾ നിങ്ങളോട് ശത്രുതയുള്ള മനുഷ്യരെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ വലിയ ഒരു മലയുടെ മുകളിലേക്ക് നിങ്ങളുടെ മനസ്സ് പറന്നിറങ്ങുന്നു. മുന്നിൽ അഗാധമായ കുഴിയാണ്. എങ്കിലും തികച്ചും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. എങ്ങും മരങ്ങളുടെ പച്ചപ്പ് മാത്രം. അകലെ കുന്നിൻ മുകളിൽ നിന്നും ഒരു സുന്ദരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്കു കാണാം. മലയുടെ മുകളിൽ നിന്നും നിങ്ങൾ ദൂരേക്ക് നോക്കുമ്പോൾ അകലെ ചക്രവാളത്തിൽ ചുവന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കാണാം. പ്രകൃതിയുടെ തണുപ്പ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കു കാണാം നിങ്ങൾക്കൊപ്പം പറന്നു വന്ന ദേശാടന കിളികൾ അകലെ ചക്രവാളത്തിനുമപ്പുറത്തേക്ക് പറന്നകലുന്നത്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ
ആ ചക്രവാളത്തിലാണ്. ആ മലയുടെ മുകളിൽ നിന്ന് നിങ്ങൾ പറന്നുയരാൻ തുടങ്ങി. താഴെയായി നിങ്ങൾക്കു കാണാം പശുവിൻ കൂട്ടങ്ങൾ പുല്ലിനായി മേഞ്ഞു നടക്കുന്നത്. നിങ്ങൾ ചക്രവാളത്തിലേക്ക് പറന്നുയരുകയാണ്. ഇപ്പോൾ ചുറ്റും മേഘങ്ങൾ മാത്രം. മുന്നിലായി മുൻപേ പറന്നുപോയ ദേശാടന കിളികൾ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലായി പറക്കുന്നത് കാണാം. ആ പക്ഷികൾക്ക് പിന്നിലാണ് നിങ്ങളുടെ യാത്ര. നിങ്ങൾ പറന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കേറ്റവും ഇഷ്ടമുള്ള ദേവിയെയോ ദേവനെയോ മനസ്സിൽ സങ്കൽപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ മേഘപാളി കാണാൻ കഴിയും. ആ മേഘപാളി മുറിച്ചു പോകവേ നിങ്ങളുടെ മുന്നിൽ ചക്രവാളം അടുത്തു കാണാം. ചുവന്ന സൂര്യനെ 100 ഇരട്ടി വലിപ്പത്തിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ചക്രവാളവും നിറയെ മയിൽപീലി തോട്ടങ്ങളുമാണ്. പീലി വിരിച്ചാടുന്ന മയിൽക്കൂട്ടങ്ങളെയും കാണാം. മുന്നിൽ വന്ന ദേശാടന പക്ഷികൾ അങ്ങിങ്ങായുള്ള മരങ്ങളിലേക്ക് പറന്നു ചെല്ലുന്നു. നിങ്ങൾ ആ ലോകത്തേക്കിറങ്ങി. ചുറ്റും നോക്കുമ്പോൾ എങ്ങും പച്ചപ്പും വെള്ളച്ചാട്ടവും ചിത്രശലഭങ്ങളും മൃഗങ്ങളും പക്ഷികളുമുള്ള സുന്ദരമായ ഒരു ലോകമാണ്. ഇവിടെ കള്ളമില്ല, ചതിയില്ല, സ്നേഹം മാത്രം. ഇവിടെയുള്ള ഓരോ പക്ഷിമൃഗാദികളും ഒരു കൂട്ടായ്മയോടെയും സ്നേഹത്തോടെയും സഹകരണത്തോടെയുമാണ് അവരുടെ ഒരു ദിവസം ജീവിച്ചു തീർക്കുന്നത്. ഒരു വലിയ ഗോളമായി നിൽക്കുന്ന സൂര്യനെ നിങ്ങൾ നോക്കി കൈകൂപ്പി ശേഷം കണ്ണടച്ചു പ്രാർത്ഥിച്ചു. മനസ്സിൽ 3 പ്രാവശ്യം ഓം എന്ന് ജപിക്കുക. നിങ്ങളിപ്പോഴും സൂര്യന് മുന്നിൽ തന്നെ. അതിനു മുന്നിലേക്ക് ഒരു പ്രകാശത്തോടെ നിങ്ങളുടെ ഇഷ്ടദേവൻ അല്ലെങ്കിൽ ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ രൂപത്തിന് മുന്നിലേക്ക് കൈകൂപ്പി നിൽക്കുന്നു. ആ ഈശ്വരൻ നിങ്ങളെ ഒരു പുഞ്ചിരിയോടെ നോക്കി. ഈശ്വരന് മുന്നിലെത്തിയ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ പൊറുക്കണേ എന്നും ദോഷങ്ങൾ മാറി ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകണേ എന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. ഈശ്വരൻ
കൈ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശ്വരൻ്റെ കൈയിലെ പ്രകാശരശ്മികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളും രോഗങ്ങളും ആപത്തും വിഷമങ്ങളും സകല ദോഷങ്ങളും അകലുന്നു. അതോടെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവീക ശക്തികൾ നിലനിൽക്കുന്നു. മുന്നിലെ ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകി ഒരു പ്രകാശത്തോടെ അപ്രത്യക്ഷമാകുന്നു. വലിയൊരു പ്രകാശത്തോടെ നിങ്ങളെ ഒരു ശക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ധ്യാനം തുടങ്ങിയപ്പോൾ ഇരുന്ന് ആ സ്ഥാനത്തു തന്നെയാണ്. നിങ്ങളുടെ ശരീരം മുഴുവനും ഇപ്പോൾ ദൈവീക ഊർജമാണ്. ഇനി നിങ്ങൾക്ക് പതിയെ കണ്ണു തുറക്കാം. കൈകൂപ്പി 3 പ്രാവശ്യം ഓം എന്ന് ജപിച്ച ശേഷം നിങ്ങൾക്ക് ധ്യാനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കാം. നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. ശത്രുക്കളുടെ മുന്നിൽ പോലും പുഞ്ചിരിക്കുക. ഈ ദൈവീക ഊർജം എന്നും നിങ്ങളിലുണ്ടാകും. ശുഭദിനം.